Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് ആണ് ട്ടോ. വെറും 3 ചേരുവകൾ മാത്രമേ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ബർബന്റെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ 14 ബിസ്ക്കറ്റ് ആണ് ട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 14 ബിസ്ക്കറ്റ് നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സർ ജാറിലിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ബിസ്ക്കറ്റ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കട്ടയൊന്നുമില്ല, നല്ല രസമായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതോടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഏത് ട്രേയിലാണോ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ആ ട്രേയിലോട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 കപ്പ് പാലും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട പിടിക്കാത്ത വിധത്തിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേക്കിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത്. വേറെ നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ, എയർ ബബിൾസ് പോകാനായിട്ട്. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള കടായിലേക്ക് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുള്ള ട്രേ ഇറക്കി വെച്ച് മൂടി വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ റെഡിയായി വന്നു. ഇനി ഒരു സ്റ്റിക്ക് വെച്ച് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ബാറ്റർ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് റെഡിയായി. ഇനി നന്നായി തണുത്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബട്ടർ പേപ്പർ ഒന്നും വെച്ചില്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു കേക്ക് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, നല്ല സോഫ്റ്റാണ്. ക്രീമൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.